പാരഡിപ്പാട്ട് വിവാദമായി മാറിക്കഴിഞ്ഞു. പോറ്റിയെ കേറ്റി എന്നുള്ള പാരഡി ഗാനത്തിനെതിരെ CPM രംഗത്ത് വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ. മാണിക്യമലരായ പൂവി എന്ന ഗാനത്തിനെതിരെ 2018 നടന്ന ആക്രമണത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്വതന്ത്ര കലാവിഷ്കാരത്തോടും ചിന്തയോടുമുള്ള അസഹിഷ്ണുത എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ്. പാർട്ടി ചാനലിൽ സംപ്രേഷണം ചെയ്ത പരിപാടിയിലെ പള്ളിക്കെട്ട് ഗാനം മന്ത്രിയെ പയ്യപ്പോ എന്ന പാരഡിയായി അവതരിപ്പിച്ചതും ഇപ്പോൾ ചർച്ചയായി മാറിയിട്ടുണ്ട്. അന്ന് കലാഭവൻ മണിയും നാദൃശയും കൂടി ചേർന്നാണ് ഈ പരിപാടി അവതരിപ്പിച്ചത്. അപ്പോൾ പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാൽ കേസെടുക്കുമെന്നാണ് അറിയുന്നത്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഈ പാരഡി പങ്കുവെച്ച ആളുകൾ പറയുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി ഈ മാണിക്യമലരായ എന്നുള്ള പാട്ട്, ആ പാട്ടിൽ എഴുതിയിരിക്കുന്ന സ്വതന്ത്ര കലാവിഷ്കാരത്തോടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാട്. രണ്ടാമത്തത്, കൈരളി ചാനൽ തന്നെ ഈ പള്ളിക്കെട്ട് എന്ന ഈ പാട്ട് അതിൻ്റെ അതേ താളത്തിൽ ഒരു പാരഡി ഗാനം കലാഭവൻ മണിയൊക്കെ പാടുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത വ്രണപ്പെടൽ എങ്ങനെ ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതാണോ സോഷ്യൽ മീഡിയയിലെ ചോദ്യം? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ഇത്തരത്തിൽ ഒരുപാട് പാരഡി പാട്ടുകൾ മുൻപും ഉണ്ടായിട്ടുള്ളതാണ്. ആ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ ചർച്ചയാവുന്നത്. ഏറ്റവും പ്രധാനമായി ഈ പോറ്റിയെ കേറ്റി എന്നുള്ള ഈ പാട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വന്നതുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി കൂടി മാറുന്നത്. നേരത്തെ തന്നെ ഇത്തരം ചില പാരഡി ഗാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല എന്നുള്ളതാണ് അന്ന് അത് വിവാദമായി മാറാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇതിപ്പോൾ വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി 11 വർഷങ്ങൾക്ക് മുൻപാണ് കൈരളി ചാനൽ സംപ്രേഷണം ചെയ്ത കലാഭവൻ മണിയും നാദൃശയും ചേർന്നിട്ടുള്ള ഈ പാട്ട്, അതായത് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്നുള്ള ആ പാട്ടിൻ്റെ പാരഡി ഗാനം. അതിൽ മന്ത്രിയെ പയ്യപ്പോ, സ്റ്റേറ്റ് കാറിൽ പയ്യപ്പോ തുടങ്ങിയിട്ടുള്ള വരികളൊക്കെയാണ് അതിനകത്ത് എഴുതി ചേർക്കുന്നത്. സ്വാഭാവികമായും അന്ന് വ്രണപ്പെടാത്ത എന്ത് വികാരമാണ് ഇപ്പോൾ വ്രണപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രധാനമായും കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ അണികൾ ഫേസ്ബുക്കിനകത്ത് അത്തരമൊരു ചർച്ച ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി 2018 ഫെബ്രുവരി മാസം 15-ം തീയതി ഫേസ്ബുക്കിനകത്ത് എഴുതിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നത്. അത് ഒമർ ലുലു സംവിധാനം ചെയ്തിട്ടുള്ള അഡാർ ലവ് എന്ന ചിത്രത്തിലെ ഈ മാണിക്യമലരായ പൂവി എന്നുള്ള ഒരു ഗാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഗാനത്തിനകത്ത് പറയുന്നത് അതിനെതിരെ ആക്രമണമുണ്ടായ ഘട്ടത്തിൽ അതൊരു മാപ്പിളപ്പാട്ടാണ്, ചില വികാരം അതിൻ്റെ ഭാഗമായി വ്രണപ്പെട്ടു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളും പരാതിയും ഒക്കെ വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഒരു ഭാഗത്ത് ചർച്ചയാവുന്നത്. അതിൽ പറയുന്നത് കലകളിലൂടെയും സാഹിത്യങ്ങളുടെയും മനുഷ്യന് ലഭിക്കുന്ന സന്തോഷവും വിജ്ഞാനവും ഈ പറയുന്ന മതമൗലികവാദികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മതമൗലികവാദത്തിനും വർഗീയവാദത്തിനും എതിരായ ആയുധമാണ് കലയും സാഹിത്യവും, അതിനൊപ്പമാണ് നിലകൊള്ളേണ്ടത് എന്നുള്ളതാണ് അന്ന് മുഖ്യമന്ത്രി ഈ ഫേസ്ബുക്കിനകത്ത് കുറിപ്പ് ആയി എഴുതിയിട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് വന്നപ്പോൾ, പോറ്റിയെ കേറ്റി എന്നുള്ള ഒരു പാരഡി ഗാനം വന്നപ്പോൾ എന്താണ് ഇതിനകത്ത് ഇത്രമാത്രം വ്രണപ്പെടാനുള്ള വികാരം എന്നുള്ള ചോദ്യം പൊതുസമൂഹം ഉയർത്തുകയാണ്. സോഷ്യൽ മീഡിയ അത് വ്യാപകമായ രീതിയിൽ ചർച്ചയാക്കുകയാണ്. എന്തായാലും CPMൻ്റെ നേതൃത്വം രംഗത്ത് വന്നതോടുകൂടിയാണ്, ഈ പാരഡി ഗാനത്തിനെതിരെ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇത്തരം ഒരു പരാമർശം അല്ലെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള മറുവിഭാഗത്തിൻ്റെ പ്രതിരോധം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശക്തമാവുന്നത്. ഡോക്ടർ അരുൺ. ഓക്കെ, താങ്ക് യു അർജുൻ കല്യാട്. എന്തായാലും രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞു. പരാതി കൊടുത്തത് പ്രസാദ് കുഴിക്കാല എന്ന് പറയുന്ന തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ആളാണ്. നേരിട്ട് CPMുമായി അയാൾക്ക് ബന്ധമില്ലെങ്കിൽ പോലും അത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് CPMലെ ചില നേതാക്കളും ചില യുവജന സംഘടനാ നേതാക്കളും ഒക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇത് പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. അന്നില്ലാത്ത പാരഡിപ്പാട്ടിൻ്റെ വ്രണപ്പെടൽ എങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം. അത് എന്ത് തന്നെയാണെങ്കിലും, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഗാനങ്ങൾ അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു കാര്യം. അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് കലാകാരന്മാർ ചെയ്യുന്നത് പോലെയല്ലല്ലോ, രാഷ്ട്രീയ നേതാക്കൾ തന്നെ അത് ഏറ്റെടുത്ത് പാടുമ്പോൾ മറുഭാഗത്ത് വിമർശനങ്ങൾ ഉണ്ടാവാം. അതൊക്കെ വളരെ സൗമ്യമായി പരിഹരിക്കുക. അത് കേസെടുത്ത് കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകാതെ സൗമ്യമായി പരിഹരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, പച്ചവെള്ളത്തിന് തീ പിടിക്കുന്ന വർഗീയതയുള്ള നാടാണ്. ഒരു കനലിട്ട് കൊടുത്താൽ മതി, അതങ്ങ് കയറി കത്തും. എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് നല്ലത്.